വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹുവായി വാച്ച് GTൻ്റെ ഇപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചൊരു 1 year ആയി. അപ്പോൾ 1 year ഒരു റിവ്യൂ ആണ്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സാംസങ്ങിൻ്റെ വാച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ വാച്ച് ഇപ്പോൾ നിർത്തിയാൽ ഞാൻ കൊടുത്തു. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററി ആയിരുന്നു മെയിൻ പ്രോബ്ലം. പിന്നെ അത് അവരുടെ OS-ഉം കുഴപ്പമൊന്നുമില്ല, ടൈസൺ OS ആയിരുന്നു. പക്ഷേ അപ്ഡേറ്റ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ 1 year കഴിഞ്ഞപ്പോൾ പിന്നെ അത് അപ്ഡേറ്റ് വരാണ്ടായി. പിന്നെ അപ്ഡേറ്റിൻ്റെ ഇത് കുറവായിരുന്നു വെച്ചാൽ അവർ ഒരേ 6 മാസം കൂടി ന്യൂ വാച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഗിയർ S2 കഴിഞ്ഞപ്പോൾ ഗിയർ S3 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഭയങ്കര ലോങ് ഗ്യാപ്പായി. അതിൻ്റെ മെയിൻ പ്രോബ്ലം ബാറ്ററി തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഒരു ദിവസം ചെറുത് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കാര്യമില്ല. അപ്പോൾ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ച് നോക്കിക്കുമ്പോൾ ഇത് സൂപ്പർ സംഭവമാണ്. എന്ന് വെച്ചാൽ അതൊരു എനിക്ക് മാക്സിമം 10 days 15 days ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ കാണുന്ന പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓണാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്ഡേറ്റ് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് എനിക്ക് 3 month വെച്ച് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ആഴ്ചയിലൊക്കെ നമ്മുടെ വാച്ച് ഫേസസ് ഡെയിലി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ അടുത്ത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ബോക്സ് ഇതാണ്. ഇത് ഇപ്പോൾ ഒരു 1000 കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ മോഡൽ, സ്പോർട്ട് മോഡൽ എന്നൊരു മോഡലായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 16,990 ആയിരുന്നു. ഇപ്പോൾ 17K. ഇപ്പോൾ ഒരു 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുറേ മോഡൽ 2E എന്ന് പറഞ്ഞ മോഡലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 2E മോഡൽ വാങ്ങിക്കാൻ ഞാൻ താല്പര്യം കാണിക്കില്ല. എന്ന് വെച്ചാൽ അതിൽ മൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ പാട്ട് വെച്ചാൽ തന്നെ നല്ല സൗണ്ടായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വാച്ച് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ കെട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കൈ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല സൈസുള്ള കൈയാണ്. അപ്പോൾ ഇത് 46mm ആണ്. ഇപ്പോൾ ശരിക്കും നമ്മുടെ ഒറിജിനൽ വാച്ച് ഉണ്ടല്ലോ അതുപോലെ തോന്നും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച ശേഷം പിന്നെ ഞാൻ നോർമൽ വാച്ച് കെട്ടാറില്ല. എൻ്റെ G-Shock ഒരു ഫോസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കെട്ടുന്നില്ല. ഇപ്പോൾ പൊടി പിടിച്ചിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ചാർജും നല്ലോണം നിൽക്കുന്നുണ്ട്. എല്ലാം അക്യുറേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവരുടെ ഇപ്പോൾ നമ്മുടെ ഓക്സിമീറ്ററും SpO2 അപ്ഡേറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. SpO2 നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാറുള്ളതാണ്. അത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ്. അതും നല്ല കറക്റ്റാണ്. ഞാൻ മറ്റേ ഒറിജിനൽ നമ്മുടെ ഓക്സിമീറ്റർ മീറ്റർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര 99% കറക്റ്റാണ്. അതേപോലെ നമ്മുടെ ഹാർട്ട് റേറ്റും അത് നമ്മുടെ BP ഞാൻ നോക്കുന്ന സാധനത്തിൽ നോക്കുമ്പോഴും ഓൾമോസ്റ്റ് കറക്റ്റാണ്. 99% കറക്റ്റാണ്. വെച്ചാൽ അത്ര അക്യുറേറ്റ് ആയിട്ട് ഞാൻ സാംസങ്ങിലും കണ്ടിട്ടില്ല. അതിനായിട്ട് ഇത്ര വില കൂടിയുള്ള ടൈപ്പിലും ഇത്ര അക്യുറേറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കെട്ടി നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ 40mm 42 ഉള്ളത് പിന്നെ അതിന് കുറച്ച് ചെറുതായിരിക്കും. അത് ലേഡീസിനായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ അപ്ഡേറ്റ് വന്ന ശേഷം പിന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇത് നോർമൽ അവരുടെ വാച്ച് ഫേസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇപ്പോൾ വർക്കൗട്ട്, വർക്ക് റെക്കോർഡ്സ്, വർക്ക് സ്റ്റാറ്റസ്, ഹാർട്ട് റേറ്റ്, SpO2 അതാണ് ഞാൻ പറഞ്ഞ പുതിയ അപ്ഡേറ്റിൽ വന്നതാണത്. പിന്നെ ആക്ടിവിറ്റി റെക്കോർഡ്, സ്ലീപ്പൊക്കെ ഭയങ്കര കറക്റ്റാണ് കേട്ടോ. ഭയങ്കര ആക്യുറേറ്റാണ്. സാംസങ്ങിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സ്ലീപ്പ് ചെയ്ത് കാലത്ത് തിരിച്ച് വരുമ്പോഴേക്കും ഇത് ഓഫായിരിക്കും. അതാണ് കുഴപ്പം. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് കുറച്ച് ആഡ് ആയിട്ടുണ്ട്. ഒരു 40 എണ്ണം ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇതിലിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ഒന്നുമില്ല. ഞാനിപ്പോൾ ഫോണിൽ കണ്ടിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾക്ക് പിന്നെ ബാരോമീറ്റർ ഉണ്ട്, കോമ്പസ് ഉണ്ട്, വെതർ, നോട്ടിഫിക്കേഷൻ, ടൈമർ, അങ്ങനെ ഫ്ലാഷ് ലൈറ്റ്. അതുപോലെ ഇപ്പോൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇയർബഡ്സ് കണക്ട് ചെയ്യാം നമുക്കിതിൽ. പിന്നെ 8GB ഇൻറ്റേർണലുണ്ട്. പക്ഷെ നമുക്കൊരു 4GBയുടെ അടുത്ത് ഇതിൻ്റെ താഴെ കിട്ടുള്ളൂ നമ്മുടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വെച്ചാൽ വാച്ച് ഫേസ് ഒക്കെ ഇവിടെയാണ്. പിന്നെ ബ്രൈറ്റ്നസ് ഇതാണ്. ഇത് 5-ലാണ് കിടക്കുന്നത്. പിന്നെ ഓട്ടോ ഉണ്ട്, പിന്നെ കുറഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ നോർമലി ഓട്ടോയിലോ അല്ലെങ്കിൽ 5-ലാണ് ഇടാറ്. ഇപ്പോൾ ബാറ്ററി കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ഇതിൽ തന്നെ ഇടാറ്. പിന്നെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈമും ആണെങ്കിൽ ഫുള്ളായിട്ട് ഓൺ ചെയ്ത് വയ്ക്കാൻ അങ്ങനെ ടൈപ്പ് മോഡലുണ്ട്. 20 മിനിറ്റൊക്കെ അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇത് ബാക്ക് ബട്ടണാണ്. അത് നമുക്ക് ഇതിൽ സെറ്റിങ്സിൽ പോകുകയാണെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് പോകും. ഇത് അമർത്തി നമ്മുടെ ആപ്പിൻ്റെ ബട്ടണിലേക്കാണ് പോവുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ കണക്ഷനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഞാനപ്പോൾ ഇത് ഓണാക്കിയുള്ളൂ. അപ്പോഴേക്കും കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ പുതിയ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഇത് കറക്റ്റ് വരുന്നതെന്ന് എനിക്ക് ബ്ലറായിട്ടാണോ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കളർ കുറച്ച് കുറവുണ്ടായിരിക്കും. ക്യാമറയുടെ ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾക്കിവിടെ ഹാർട്ട് റേറ്റ് ഇവിടെ കാണിക്കാനാണ് 78, വെയിറ്റ്, അതുപോലെ സ്ലീപ്പ് ടൈം. ഇതിപ്പോൾ ഞാൻ രാത്രി കെട്ടാറില്ല. അത് കാരണം ഇപ്പോൾ കാണിക്കുന്നില്ല. SpO2 90%. SpO2 നമ്മുടെ BP മോണിറ്ററൊക്കെ കറക്റ്റ് ഒരു ഓൾമോസ്റ്റ് കറക്റ്റാണ് നമ്മുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ മ്യൂസിക് ഞാൻ പറഞ്ഞ ആഡ് ചെയ്ത് ഇത് കൂടെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കൂടെ ഒരു കോൺടാക്റ്റ് ഇപ്പോൾ നമുക്ക് ഇത് കൂടെ കോൾ ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ആഡ് കോൺടാക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം.
നമുക്ക് കുറച്ച് പേര് പറ്റുള്ളൂ, പക്ഷേ നമുക്ക് ഫേവറേറ്റ് കോൺടാക്ട്സിൽ ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആപ്പിലേക്ക് പോകുമ്പോൾ അതിൽ കോൺടാക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ആഡ് ചെയ്ത പേരൊക്കെ വരും. അപ്പോൾ എൻ്റെ പേര് ഞാൻ വേറൊരു നമ്പറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ അവിടെ ഡയലിംഗ് വന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഓൾറെഡി വിളിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇത് കൂടെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ കേട്ടല്ലോ, ഇത് ശരിക്കും നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ യൂസൊക്കെ വരുന്നത് ഞാൻ ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ബൈക്കിലൊക്കെ പോകുമ്പോഴാണ്. അപ്പോൾ ഈ കോൾ നമുക്ക് മൊബൈൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, മഴ കൊള്ളുമല്ലോ. അപ്പോൾ അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ യൂസ് വരണമെങ്കിൽ അപ്പോഴൊക്കെ പെട്ടെന്ന് എനിക്ക് എൻ്റെ യൂസ് തോന്നിയിട്ടുള്ളത്. അത്ര ഉപകാരമായിട്ട് തോന്നിയത് അപ്പോഴാണ്. പിന്നെ എൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബാറ്ററി തന്നെയാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. പിന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടണമുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം കറക്റ്റാണ്. അതുപോലെ ടൈമും ഒരു കുഴപ്പമില്ല. അതുപോലെ അപ്പോൾ നമുക്ക് വാച്ച് ഫേസ് നോക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ് നമുക്ക് ഇതിൽ കൂടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ ഇപ്പോഴേ കുറേ ഉണ്ട് കണ്ടോ, ഇതിലൂടെ ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ കുറേയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ മൈൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ചേഞ്ചിങ് തന്നെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസസ്സറൊക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മളെടുത്ത് ഇതിൽ സെറ്റ് ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൽ മാറും കണ്ടു. എന്നുവെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് റെസ്പോൺസാണ്. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു സ്മാർട്ട് വാച്ചിൽ ബെസ്റ്റ് സാധനം എന്ന് പറയാൻ വേണമെങ്കിൽ ഹുവായി വാച്ചിൽ സാംസങ്ങിനായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. സാംസങ്ങിൻ്റെ മെയിൻ പ്രോബ്ലം ഇതാണ്, ബാറ്ററി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ബാറ്ററി ഇല്ലാണ്ട് നമുക്ക് ഈ സാധനം കാര്യമില്ലല്ലോ, ഏത് നേരം ചാർജ് നടക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബോക്സ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജർ ഒരു ഡോക്കാണ്. ഇതാണ് ഡോക്ക്. പിന്നെ ഒരു ചെറിയൊരു കേബിളുണ്ടാവും. ഇത് ടൈപ്പ് സി കേബിൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ വെറുതെ മാഗ്നറ്റിക്കാണത്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക്കാണ്. അതാ ഒരു 1 hour കൊണ്ട് 1 hour വേണ്ട, അതിനും താഴെ വേണ്ടു, ഫുൾ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഈ വാച്ച് നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹുവായി വാച്ച് 2 നോക്കാട്ടോ. ഒരു ബെറ്റർ വാച്ച്, അത് ഗ്യാരണ്ടിയാണ്. ഒരു ബെറ്റർ വാച്ചാണ്. നിങ്ങൾ സാംസങ്ങിൻ്റെ നിങ്ങൾക്ക് ബാറ്ററി ഇഷ്യൂ ഇല്ലെങ്കിൽ സാംസങ് നോക്കാം. പക്ഷേ ബാറ്ററി ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരിക്കലും സാംസങ് അല്ലെങ്കിൽ ഗൂഗിൾ വെയർ വാങ്ങരുത്. വെച്ചാൽ ഭയങ്കര ബാറ്ററി പ്രോബ്ലം ഉണ്ട് ഗൂഗിൾ വെയറിന്. ഞാൻ ഇതിന് മുമ്പ് അസൂസിൻ്റെ ഒരു ഗൂഗിൾ വെയർ ഉണ്ടായിരുന്നു. അതും ഇത് തന്നെയായിരുന്നു ഇഷ്യൂ. ഞാൻ നിർത്തിയത് അതുകൊണ്ടായിരുന്നു. ബാറ്ററി ചാർജ് ചെയ്തത് മതിയാവും. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.